ജിപ്രി മുത്തുക്കോയ തങ്ങളും ഞാൻ അധികവും കാണുന്ന ട്രെയിനിൽ വളരെ ഉഷാറാ എന്നെ മാടി വിളിച്ച് സലാം പറയുന്ന ആളാണ് ജിപ്രി മുത്തുക്കോയ തങ്ങള്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒന്നിച്ചു പോയപ്പോ എന്നോട് നിങ്ങൾ എങ്ങോട്ടാണ്? ഞാൻ കടലുണ്ടിൽ ഇറങ്ങും, വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോളി നിന്നോട് മനുഷ്യൻ പറഞ്ഞ അത്ര സാധു. സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ട് ഇങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിൽ ഏറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6 7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് ഇടിക്കുന്നു ഓന്റെ ഒരു സലാം. ഇജ്ജ് പോയിട്ട് ബാലനോട് സലാം പറഞ്ഞോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞോണ്ടല്ലേ ഈ അവന്റെ ഒരു ഇടി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ള തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ള കുപ്പായമിട്ടിരിക്കുന്നു, ഹരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? ആലോചിച്ചേ, എന്താണ് ഈ ശത്രുത? സലാം പറഞ്ഞിട്ട് മുടക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. മൊയ്തീൻ ശൈഖെ രക്ഷിക്കണം എന്ന് പറയുന്നത് നമ്മൾ കാഫിറാന്ന് പറഞ്ഞിട്ട് നമ്മൾ സലാം പറഞ്ഞില്ല എന്നുള്ള പരാതി. അതേ സമയത്തോ ബാലേട്ടൻ മുസ്ലിം ആണെന്നുള്ള ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളെ മുഴുവനും ഇറക്കിവിടാനും അവർ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അവർ ഇല്ലാത്തൊരു വിശ്വാസം അവരുടെ മേൽ ആരോപിക്കൽ. നമ്മളുടെ മേൽ നമ്മൾ ഹിന്ദു ആണെന്ന് പറയുമ്പോൾ നമ്മുടെ മതപരമായി നോക്കുമ്പോൾ നമുക്ക് വൈകാരികമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുപോലെ ഹൈന്ദവ സഹോദരന്മാർക്ക് അവരുടെ മതത്തെ നിഷേധിച്ചാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇവിടെ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള ഭൂമിയാണ്. എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന സെക്യുലറിസ്റ്റ് രാജ്യമാണ്.